ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നൊരു കേടായിപ്പോൾ ഒരു LED ബൾബാണ്. ഈ ബൾബ് വെച്ച് നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു DJ ലൈറ്റ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ബൾബിൻ്റെ ടോപ്പ് കവർ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്കൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ പോരും. അതിന് നമുക്ക് ഇതിനകത്ത് LEDയും ഈ സർക്യൂട്ട് ബോർഡും നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഒരു പ്ലെയറോ മറ്റെന്തെങ്കിലും ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഊരിപ്പോരും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളതിൻ്റെ കവർ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പ് കവറിൽ നമുക്ക് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സോൾഡിങ് അയൺ ചൂടാക്കി വെച്ചിട്ടുണ്ട്. സോൾഡിങ് അയൺ ഉപയോഗിച്ച് ഞാനിതിൻ്റെ ഓരോ ടോപ്പ് കവറിൽ ഓരോ കിഴുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കമ്പി ഒഴിപ്പിച്ചോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്കിത് ടോപ്പ് കവറിന് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതെല്ലാം ഹോൾ ഇട്ട് എടുത്തിരിക്കുകയാണ്. ഹോൾ എടുത്ത ശേഷം ഞാൻ മുകളിലോട്ട് സാൻഡ് പേപ്പർ ഇട്ട് ചെറുതായിട്ട് ഉരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉരുകിയ ഭാഗങ്ങളെല്ലാം അങ്ങ് പോയി കിട്ടും. ഇനി ഞാൻ ഇതുപോലെ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. ഇതിന് കടയിൽ 5 രൂപയായിരുന്നു വില. ഇതിപ്പം 3 ലൈറ്റിങ്ങിന് മാറി മാറി കത്തുന്ന ഒരു LED ബൾബാണ്. ഞാൻ ജസ്റ്റ് ഇത് ബാറ്ററി ഉപയോഗിച്ച് കത്തിച്ച് കാണിച്ചു തരാം. പോസിറ്റീവ് കാലായിരിക്കും എപ്പോഴും വലുത്, നെഗറ്റീവ് കാല് ചെറുതുമായിരിക്കും. 3 ഡിഫറെൻറ്റ് കളർ ഇങ്ങനെ മാറി മാറി കത്തുന്ന LED ആണ്. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് ഡയറക്റ്റ് AC വോൾട്ടിലോട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഒരു ചെറിയ സർക്യൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാനിവിടെ സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സർക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 100 ഓംസിൻ്റെ ഒരു റെസിസ്റ്ററും IN4000 എന്ന് പറയുന്ന ഡയോഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡയോഡ് നമ്മൾ ഈ ലെഗിലോട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. LED പോസിറ്റീവ് സൈഡിൽ വേണം നമ്മൾ ഈ ഡയോഡ് കൊടുക്കാനായിട്ട്. LED പോസിറ്റീവ് ലെഗ് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ LED അകത്തോട്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരന്ന ഭാഗവും വീതി കൂടിയ ഭാഗവും ഒരു വീതി കുറഞ്ഞ ഭാഗം കാണും. അതിനകത്ത് വീതി കുറഞ്ഞ ഭാഗം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, വീതി കൂടിയ ഭാഗം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കാലിൽ 100 ഓംസിൻ്റെ റെസിസ്റ്റർ കൊടുക്കണം, പോസിറ്റീവ് സൈഡിൽ നമ്മൾ ഡയോഡും കൊടുക്കണം. ഈ ഡയോഡിൻ്റെ നെഗറ്റീവ് വശം വേണം നമുക്ക് ഈ LEDയിലോട്ട് തിരിഞ്ഞിരിക്കാനായിട്ട്, LED ലെഗിലോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടി വളരെ സിമ്പിളാണ്. ഡയോഡിലൊരു ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്. മാർക്കിങ്ങിൻ്റെ സൈഡ് നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ LEDയിലോട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് ആ ബൾബിനകത്തോട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബൾബിൻ്റെ AC വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന അതിൽ നിന്ന് 2 വയർ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സോൾഡ് ചെയ്തതിലോട്ട് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി ചെയ്യുന്ന സർക്യൂട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇനി നെഗറ്റീവ് പോസിറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിലേതെങ്കിലും വയറിൽ ഇതിന് 2 കണക്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുകൊണ്ടൊരു PVC ഷീറ്റ് കട്ട് ചെയ്ത് അതിനകത്തോട്ട് LED ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബോഡിയിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞ പശയാണ്. ഇത് പശ വെച്ച് നമുക്ക് ഈ എല്ലാ സൈഡും കൃത്യമായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ എല്ലാ സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ക്യാപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വശം ഇതുകൊണ്ട് അടച്ചു കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ DJ ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ടെസ്റ്റ് അടിക്കാനായി ഞാനിവിടെ ഒരു പവർ സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പവർ സോക്കറ്റിലോട്ട് ഒരു ഫോൾഡർ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ LED ഫോൾഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് പവർ ഓൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് കറക്റ്റായിട്ട് വെട്ടം കാണാൻ പറ്റത്തില്ലായിരിക്കും, കാരണം ഇവിടെ ഫുള്ള് ലൈറ്റിംഗ് ആണ്. നമുക്കിനി ഇരുട്ടത്തൊന്ന് ടെസ്റ്റ് അടിച്ച് കാണിക്കാം നിങ്ങളെ. ഓക്കെ, അപ്പോൾ ലൈറ്റിൽ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ വെട്ടം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളർഫുള്ളാണ്. നമുക്ക് ഒരു LEDയിൽ ഇത്ര ഔട്ട് കിട്ടുന്നുണ്ട്, അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു DJ ലൈറ്റ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ദയവായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.